ഹലോ അസ്സലാമു അലൈക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് 1 to 1.25 കപ്പോളൊക്കെ വെള്ളം ആവശ്യം വരും. അത് ഓരോ പൊടിക്കനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും. ഇനി ഇത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം കയ്യിൽ ലേശം എണ്ണ തടവി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഇവിടെ ഇതുപോലെ രണ്ടറ്റവും തിന്നാക്കി നീളത്തിലുള്ളൊരു ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവ ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുക്, ചെറിയ ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെയൊക്കെ റോ സ്മെൽ മാറുന്നത് വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നേരത്തെ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചത് ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന തക്കാളിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാല നല്ല പോലെ ഓരോ അരിപ്പിടിയിലും നല്ല പോലെ കോട്ട് ചെയ്യുന്ന വിധത്തിൽ കിട്ടണം നമുക്ക്. അപ്പോൾ അതുവരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ആവശ്യമായി വരികയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓരോ പിടിയിലും നമ്മുടെ മസാല നല്ല പോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടോട് കൂടി തന്നെ വിളമ്പാം. അപ്പം നമ്മളെ കുഞ്ഞിപ്പത്തലിൻ്റെയൊക്കെ വേറൊരു വേർഷനാണിത്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.